ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ബ്ലേഡുകൾക്കിടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അരവുകൾ വൃത്തിയായി കിട്ടും. ഇതല്ലെങ്കിൽ നാളെ അരക്കുമ്പോൾ ഇന്ന് അരച്ച വേസ്റ്റ് കൂടി നാളത്തെ അരവിൽ മിക്സായി വരും. നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് അരക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിൽ പുഴു വരെ വരാൻ സാധ്യതയുണ്ട്. നമസ്കാരം. കേരളത്തിൻ്റെ അടുക്കളകളെ മിക്സിയില്ലാതെ നമുക്ക് സങ്കല്പിക്കാനാകില്ല. കുറച്ച് മുമ്പ് വരെ അമ്മി കുത്താനുണ്ടോ അമ്മി എന്ന വിളി നമ്മുടെ തെരുവോരങ്ങളിൽ കേൾക്കാമായിരുന്നു. ഇന്ന് അത് നാട്ടിൻ പുറത്തു പോലും കേൾക്കാനില്ല. കാരണം മിക്സിയുടെ ആധിപത്യം അത്ര കണ്ട് അടുക്കളകളെ കീഴടക്കി കഴിഞ്ഞു. അമ്മി ഇന്ന് വളപ്പിനൊരു മൂലയിൽ ചരിത്ര സ്മാരകമായി ഇടം പിടിച്ചിരിക്കുകയാണ്. മിക്സിയെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മിക്സിയുടെ ഉപയോഗ രീതി, മിക്സി ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യണം, മിക്സിയുടെ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. മിക്സിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സി വയ്ക്കുന്ന സ്ഥലമാണ്. മിക്സി എപ്പോഴും ഈർപ്പമില്ലാത്ത ഉണങ്ങിയ സ്ഥലത്ത് മാത്രം വെച്ച് ഉപയോഗിക്കുക. കാരണം മിക്സിയുടെ മോട്ടോറിനെ തണുപ്പിക്കുന്നതിനായി ഈ ഭാഗം ഒരു നെറ്റ് കാണാം. ഇതുവഴി എയർ അകത്തേക്ക് വലിക്കുകയും ഇതുവഴി പുറത്തോട്ടേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈർപ്പമുള്ള സ്ഥലത്ത് നമ്മൾ മിക്സി വയ്ക്കുമ്പോൾ ഈ ഭാഗത്തു കൂടി എയർ വലിക്കുന്നതിന് കൂടെ ഈർപ്പം കൂടി വലിച്ചെടുക്കുകയും മോട്ടോറിലേക്ക് ഈർപ്പം കയറുകയും മോട്ടോർ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുമുണ്ട്. കൂടാതെ ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ റബ്ബർ ബുഷ് സ്ഥിരമായി കുതിർന്നു നിൽക്കുമ്പോൾ എളുപ്പം കേടായി പോകാനും സാധ്യതയുണ്ട്. മിക്സിയുടെ മുകൾ ഭാഗത്തായി ഈ ഒരു കട്ട് കാണാം. ഇത് ജാറിൽ നിന്നും ലീക്കായി മോട്ടോറിന് ഈ ഭാഗത്തേക്ക് വെള്ളം കയറുകയാണെങ്കിൽ ആ വെള്ളം പുറത്തോട്ടേക്ക് ഒഴുകി പോകാനാണ് ഈ ഒരു കട്ട് വരുന്നത്. കടയിലൊക്കെ സർവീസിൽ വരുന്ന മിക്ക മിക്സികളിലും ഈ ഭാഗം അടഞ്ഞു കാണാം. ഇങ്ങനെ അടഞ്ഞു നിന്നാൽ വെള്ളം മോട്ടോറിലേക്ക് കയറുകയും മോട്ടോർ കേടാവുകയും ചെയ്യും. എപ്പോഴും ഈ ഭാഗം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ചില മിക്സികൾ വലിയ ശബ്ദത്തിൽ വർക്ക് ചെയ്യുന്നത് കേൾക്കാം. ഇതിന് കാരണം മോട്ടോറോ ജാറോ ആവാം. നമ്മൾ മോട്ടോർ തനിച്ച് വർക്ക് ചെയ്യിക്കുമ്പോൾ ശബ്ദമുണ്ടെങ്കിൽ മോട്ടോറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ മോട്ടോർ സർവീസ് ചെയ്യുക. അരക്കുന്ന സമയത്താണ് ശബ്ദം വരുന്നതെങ്കിൽ ജാറിൻ്റെ കംപ്ലൈൻ്റ് ആവാം. എന്തു തന്നെയായാലും സർവീസിനായി കൊണ്ടുപോകുമ്പോൾ മിക്സിയും ജാറും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുക. ചില സന്ദർഭങ്ങളിൽ ജാറിൻ്റെ കപ്ലർ, ഈ കറങ്ങുന്ന ഭാഗം മുറിഞ്ഞു പോയതായി കാണാം. ഇങ്ങനെ മുറിയുന്നതിന് കാരണം ഇത് മിക്സിയോട് കൃത്യമായി ചേർന്ന് നിൽക്കാത്തതിനാലാണ്. ഈ ഭാഗം മുറിയുമ്പോൾ മിക്സിയുടെ ഈ കപ്ലർ കൂടി മുറിയാൻ സാധ്യതയുണ്ട്. കപ്ലർ മുറിഞ്ഞ കാരണത്തിൽ നിങ്ങൾ സർവീസിനായി കൊണ്ടുപോകുമ്പോൾ മിക്സി കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. മിക്സി വൃത്തിയാക്കാനായി വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കുക. മിക്സി വൃത്തിയാക്കുന്നത് സോപ്പ് വെള്ളത്തിൽ കോട്ടൺ തുണി മുക്കി പിഴിഞ്ഞ് തുടച്ച് മാത്രം വൃത്തിയാക്കുക. മിക്സി ദീർഘകാലം നിലനിൽക്കുന്നതിന് മിക്സിയോളം തന്നെ പ്രാധാന്യമുണ്ട് ജാറുകൾക്കും. ജാറുകളുടെ കൃത്യമായ ഉപയോഗം മിക്സി ഏറെക്കാലം നിലനിൽക്കുന്നതിന് സഹായിക്കും. മിക്സിയുടെ ഓരോ ജാറുകളും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതാത് ജാറുകൾ കൃത്യമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക ലാഭവും സമയലാഭവും ഇലക്ട്രിസിറ്റി ലാഭവും ലഭിക്കുന്നത്. ഓരോ ജാറുകളും ഏതേത് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇത് ഏറ്റവും ചെറിയ ജാറാണ്. ഇത് നമുക്ക് അരക്കാനും പൊടിക്കാനും ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഏത് ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് മീഡിയം ജാറും വെറ്റ് ജാറുമാണ്. മീഡിയം ജാറിൽ നമുക്ക് കട്ടി കൂടിയ അരവുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അരി പോലുള്ളവ ഇതിൽ അരക്കാവുന്നതാണ്. വെറ്റ് ജാർ നമുക്ക് കട്ടി കുറഞ്ഞ അരവുകൾക്ക് ഉപയോഗിക്കാം. ചിലരൊക്കെ അരിയൊക്കെ ഈ ജാറിൽ അരക്കാറുണ്ട്. ഒറ്റ അരവിൽ മുഴുവനായും അരച്ചു തീർക്കാം എന്നതാണ് അതിന് കാരണം. ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലായി അരയ്ക്കുമ്പോൾ മിക്സിയുടെ സ്പീഡ് കുറയുകയും അരഞ്ഞു കിട്ടുന്നതിനായി ഒരുപാട് കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. ഇതിനു പകരം ഈ ജാറിൽ 2 തവണ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം അരഞ്ഞു കിട്ടും. സമയലാഭവും സാമ്പത്തിക ലാഭവും അതിൽ നമുക്ക് ലഭിക്കും. അരി അരയ്ക്കാനായി കുതിർത്തിയ അരി ജാറിൻ്റെ പകുതി മാത്രം എടുത്ത് അരയ്ക്കുക. വെള്ളം ആവശ്യത്തിന് അല്പാൽപമായി ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കാതിരിക്കുക. ജാറുകൾ എപ്പോഴും മിക്സിയിൽ ശരിയായി ലോക്ക് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. ജാറുകൾക്ക് ലീക്ക് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. സർവീസ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. ഇതിൻ്റെ ഗ്യാസ്കറ്റുകൾ നമുക്ക് അഴിച്ച് വൃത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇത് അഴിച്ച് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. കഴുകിയ ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് ഇത് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. ഗ്യാസ്കറ്റുകൾ കേടുവന്നാൽ പുതിയത് മാറ്റി ഉപയോഗിക്കുക. കാരണം പഴയ ഗ്യാസ്കറ്റ് ആകുമ്പോൾ ഇതിൻ്റെ റബ്ബർ അരവിൽ കലരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു ഇടവേളകളിൽ ഗ്യാസ്കറ്റ് മാറ്റുന്നതാണ് നല്ലത്. ഉപയോഗശേഷം ജാറുകൾ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പകുതി ഭാഗം വെള്ളമെടുത്ത് മിക്സിയിൽ വച്ച് ഒരു 10 സെക്കൻഡ് നേരം വർക്ക് ചെയ്യിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് കഴുകി കമിഴ്ത്തി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ബ്ലേഡുകൾക്കിടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അരവുകൾ വൃത്തിയായി കിട്ടും. ഇതല്ലെങ്കിൽ നാളെ അരക്കുമ്പോൾ ഇന്ന് അരച്ച വേസ്റ്റ് കൂടി നാളത്തെ അരവിൽ മിക്സായി വരും.
നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് അരക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിൽ പുഴു വരെ വരാൻ സാധ്യതയുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജാറിൻ്റെ അടിവശം കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുക. നമ്മൾ പുതിയ മിക്സി വാങ്ങുമ്പോൾ ഇതുപോലുള്ള ഒരു ബ്ലേഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇത് എന്തിനാണെന്ന് മിക്കവർക്കും അറിയില്ല. ഈ ബ്ലേഡ് നമുക്ക് തൈരൊക്കെ കടയുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സി വാങ്ങുമ്പോൾ ഇതുപോലുള്ള ഒരെണ്ണം കൂടി കിട്ടിക്കാണും. ഇത് ബ്ലേഡ് അഴിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാറിന് അരികിൽ ഒട്ടിപ്പിടിച്ച അരവ് ജാറിനുള്ളിലേക്ക് തുടച്ചെടുക്കാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സ്പാച്ചുല ഉപയോഗിച്ച് ബ്ലേഡ് അഴിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇത് ബ്ലേഡിൻ്റെ നെട്ടിലേക്ക് ഇറക്കി വെച്ച് ബ്ലേഡ് നമ്മൾ കൈകൊണ്ട് ചെറുതായി തൊട്ട് ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ ഇത് അഴിഞ്ഞു പോരും. ഇനി ഇത് നമുക്ക് മാറ്റിവെച്ച് തൈര് കടയുന്നതിനുള്ള ബ്ലേഡ് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ നെട്ടിലേക്ക് സ്പാച്ചുല ഇറക്കി വെച്ച് ജാറിൽ വെച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുകയാണ് വേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിൻവശത്തെ കപ്ലറിൽ തൊട്ട് പിടിച്ച് വേണം ചെയ്യാൻ. മിക്സിയിൽ അനുവദനീയമായതിലും അധികം ലോഡിൽ നമ്മൾ അരക്കുമ്പോൾ മിക്സിയുടെ മോട്ടോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി മിക്സിയിൽ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ച് വരുന്നുണ്ട്. മിക്സിയുടെ താഴെയായിട്ടാണ് ഈ സ്വിച്ച് വരുന്നത്. ഇത് ഓരോ മിക്സിയിലും വ്യത്യസ്തമായ സ്ഥലത്തായിരിക്കും വരുന്നത്. മിക്സി ഓഫ് ആകുമ്പോൾ ഈ സ്വിച്ച് പുറത്തോട്ടേക്ക് തള്ളി വരികയും ഓഫായി ഒരു 2 മിനിറ്റിന് ശേഷം ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഓൺ ആവുകയും ചെയ്യും. അതിനുശേഷം ലോഡ് കുറച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ചിലരെങ്കിലും മിക്സിയുടെ ജാറിൽ അരയുന്നത് കുറവാണ്, അരഞ്ഞു കിട്ടുന്നില്ല, ബ്ലേഡിന് മൂർച്ചം കുറവാണ് എന്നൊക്കെയുള്ള പരാതി പറയാറുണ്ട്. ഇത് മിക്കവാറും ബ്ലേഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല, ഇതിൻ്റെ ബുഷ് പഴക്കം വരുമ്പോൾ സ്പീഡിൽ കുറവ് വരുന്നത് കൊണ്ടാണ് അരഞ്ഞു കിട്ടാത്തത്. ഇത് സർവീസ് സെൻ്ററിൽ കൊടുത്ത് ബുഷ് മാറ്റിയിട്ടാൽ മതിയാവും. മുൻകാലങ്ങളിൽ ജ്യൂസ് കടകളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന സുജാത മിക്സി ഇന്ന് വീടുകളിലും ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സുജാത മിക്സിയുടെ ജാർ ക്ലീൻ ചെയ്യുന്നത് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സുജാത മിക്സിയുടെ ജാർ മറ്റു മിക്സികളുടെ ജാറുകളേക്കാൾ വൃത്തിയാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഹോട്ടലുകളിലും ജ്യൂസ് കടകളിലും ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയില്ലാത്തതിനാൽ മിക്കവാറും സാധാരണ ജാറുകൾ കഴുകുന്നത് പോലെ കഴുകാറാണ് പതിവ്. ഇതിൻ്റെ പിൻവശത്തെ സോക്കറ്റ് തിരിച്ചഴിക്കാവുന്നതാണ്. ഇതിനിടയിൽ ഒരു വാഷറും ശേഷം ഇതിൻ്റെ ഒരു ബുഷ് പ്ലേറ്റും അടിഭാഗത്തായി ഒരു വാഷറുമാണ് വരുന്നത്. ഇതൊക്കെ ആർക്കും വളരെ എളുപ്പം അഴിച്ച് വൃത്തിയാക്കി രണ്ടാമത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മിക്സിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്